അത് ഞാൻ വന്ന് പെട്ടുപോയോണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഉമ്മേ ബാലൻസ് ആണ് പ്രശ്നം. ജാക്കറ്റ് മസ്റ്റാണ്. ടിക്കറ്റ് 600 രൂപയാണ് കേട്ടോ. 600 രൂപ അടുത്ത് ഒറ്റയ്ക്ക് വന്ന് കയറാൻ വരണ്ട. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ്. ഞാനിതിൽ ആദ്യമായിട്ട് കയറുക. ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല മണമൊന്നുമില്ല അല്ലേ? ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളതേ കോന്നിന്ന് തണ്ണിത്തോടെന്ന് പറയുന്ന സ്ഥലത്ത് വന്നേക്കാണ്. അവിടെ കൊട്ടവഞ്ചി കയറാൻ വന്നതാണ്. കൊട്ടവഞ്ചി എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, ഈ നിരത്തി അല്ലെങ്കിൽ ഈ ചാരി വെച്ചേക്കുന്നെല്ലാം കൊട്ടവഞ്ചികളാണേ. അപ്പം ഇതിൽ കയറി ഒരു റൈഡ് ചെയ്യാൻ വേണ്ടി ഇതുണ്ടോ, ഇതിങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെയെല്ലാം ഇത് നിരത്തിയിരിപ്പുണ്ട്. അപ്പം ഇതിൽ കയറാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പം ആ ചേട്ടൻ എന്നോട് പറഞ്ഞു അവിടെ ഒരു മലയണ്ണാനുണ്ടെന്നേ. നമുക്കൊന്ന് നോക്കാം. എവിടെ ചേട്ടാ? അതുകൊണ്ടായിരിക്കുന്നതാണ് മലയണ്ണാൻ. അതിനെ അങ്ങനെ എപ്പോഴും കാണത്തില്ലല്ലേ ചേട്ടാ? ടിക്കറ്റ് 600 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അപ്പം ഞാൻ ആദ്യമായിട്ട് വരുക, എങ്ങനായിരിക്കും എന്നുള്ളത് കയറി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ ജാക്കറ്റ് മസ്റ്റാണ്. ഇവിടെ ഇങ്ങനെ ഒരു കുറേ ചേട്ടന്മാരും ചേച്ചിമാരിപ്പുണ്ട്. ഇവിടെ എങ്ങനെയാണ് പ്രത്യേകത എങ്ങനെയായിരിക്കും എന്ന് പറയാമോ? ജസ്റ്റ് അറിയാൻ വേണ്ടി. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് റൈഡ് നടക്കുന്നത്. കൊട്ടവഞ്ചി സവാരിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. 2014 തുടങ്ങിയ 12 വർഷമായി. 12 വർഷത്തോളം ഞങ്ങളെല്ലാം ഇവിടെ 25 കൊട്ടവഞ്ചി ഉണ്ട് മൊത്തത്തിലുണ്ട്. അത് എന്നും ഇവിടെ ഉണ്ട്. അവധി ദിവസങ്ങൾ ഇവിടെ ഇല്ല. കോന്നി ആനക്കോട് തിങ്കളാഴ്ച അവധിയായിരിക്കും. ഇവിടെ തിങ്കളാഴ്ചയും ഓപ്പണാണ്. ശരി. അപ്പം ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചാ. അപ്പം എനിക്കുള്ള കൊട്ടവഞ്ചി ഇവിടെ കിടപ്പുണ്ട്. ഇതാ ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുവന്ന് തോന്നുന്നു. ഏടാ, ഇതാണ് സംഭവം. ഞാനിതിൽ ആദ്യമായിട്ട് കയറുക. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഇരിക്കാല്ലേ? ഉമ്മേ കിടന്നോലയുവാ. വെള്ളം കയറുമല്ലായിരിക്കും അല്ലേ? അപ്പം നമ്മൾ കയറിയിരുന്നു. ഇനി ചേട്ടനോട് കയറുക. ഇത് വനമല്ലേ ചേട്ടാ? അത് രണ്ട് സൈഡും വനമാണ്. പേര് കല്ലാണ്. കല്ലാറല്ലേ? വടക്കേരിക്കരയിൽ നിന്ന് പമ്പയിലോട്ട് പോകുന്നത്. പമ്പയിലോട്ട് ലേക്ക് പമ്പയുടെ കൈവഴി. ഏറ്റവും കൂടുതൽ ഈ സൈഡ്. ഇതല്ലേ നമ്മുടെ സജ്ജപർവ്വതം. ഇങ്ങോട്ട് ഉദ്ദേശം ഒരു 80-100 കിലോമീറ്റർ തമിഴ്നാട് വരെ വനമാണ്. കംപ്ലീറ്റ് വനം. മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? പകല് അങ്ങനെ അപൂർവമായിട്ടൊക്കെ ഇറങ്ങാനുള്ളൂ. സമയങ്ങളിലാണ് കൂടുതലായിട്ട് പകല് കാണാറുണ്ട്. പിന്നെ നമുക്ക് ലക്കുമല്ലിരിക്കും അല്ലേ? അതെ. കുരങ്ങന്മാരുണ്ടല്ലേ? എല്ലാ ജീവികളും ഉണ്ട്. കേരള വനത്തിലുള്ള എല്ലാ ജീവികളും. ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്കും 2 സൈഡും മരങ്ങൾ നിറയെ പൂക്കളാവും. ശരി. ഇതെല്ലാം അല്ലേ? ഇപ്പോൾ ഇലകൾ തളുത്ത് കുറേ മരങ്ങളൊക്കെ പൂക്കളായി. ഏറ്റവും കൂടുതൽ ഈ മണിമരുന്ന് എന്ന് പറയുന്ന പൂവാണ് നല്ല കാഴ്ചക്ക്. ഇത് കൊട്ടവഞ്ചി സവാരി എന്നാണ് അതിന് പറയുന്നത് അല്ലേ? കൊട്ടവഞ്ചി സവാരി.
നമ്മൾ ഇവിടെയല്ലേ ഉള്ളൂ, അതായത് ഇനിയും നമുക്ക് അടുത്തെന്ന് പറയാൻ വേറെ ഒന്നും ഇല്ലല്ലോ, ഇവിടെ വന്നാലല്ലേ ഈ പരിപാടി കയറാനും കാണാനും പറ്റുള്ളൂ. ആ കൊട്ടവഞ്ചി ഇവിടെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മാറി ഒരു കൊച്ചു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വെള്ളമില്ല. അത് ജൂൺ മാസമാണ്. ജൂൺ മാസം മഴ പെയ്ത് വെള്ളമാണ്. പിന്നെ 2 സൈഡും കൂടുതലും ഔഷധ മരങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. ആ സൈഡ് ഇപ്പം ശബരിമല, തേക്കടി, ഗവി, പെരിയാർ, അച്ചങ്കോ ഇങ്ങനെയുള്ള വനങ്ങളെല്ലാം കണക്ട് ചെയ്ത് കിടക്കും അങ്ങോട്ട് പോകുമ്പോൾ. ശരിക്കും സീസൺ എന്ന് പറയുന്നത് അടുത്ത മാസം തൊട്ടായിരിക്കും അല്ലേ? അതോ ഇപ്പോൾ പരീക്ഷ സമയമാണ്. അതെ അതെ, പരീക്ഷ കഴിഞ്ഞാൽ നല്ലപോലെ വെക്കേഷൻ ടൈമുകളിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. ഇതേപോലുള്ള പൂക്കളാവുന്നതാണ്. ഓ ശരി ശരിയാ. ഇത് ഫുൾ അങ്ങനെ വരും അല്ലേ? അപ്പം നല്ല രസമായിരിക്കും കാണാൻ അല്ലേ? വെള്ളത്തിൽ നിറച്ച് പൂവായിരിക്കും ഇതുപോലത്തെ പൂ. മണമൊന്നുമില്ല അല്ലേ? ആദ്യത്തെ ട്രിപ്പിൽ പോയാലേ വരുന്നു തോന്നുന്നു തിരിച്ച്. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് 12ാമത്തെ വർഷം. ഓ ഇത് തൊണ്ടിപ്പഴം എന്ന് പറയുന്നത്. ആ ഇതല്ലേ, ഇതെല്ലാം കുരങ്ങന്മാർ നിന്ന് തീർക്കുന്നതായിരിക്കും. അതെ അതെ, അതൊക്കെ എന്താ തെളിഞ്ഞ് കിടക്കുന്നത്. ആന ഇന്നലെ ഇറങ്ങി. ഓ ശരി. ആന, കടുവ, കരടി, പുലി, ബാബ, കാട്ടുകൊട്ട അങ്ങനെ. ഞാനോർത്ത് ആൾ കുറവായിരിക്കുന്നു, പക്ഷേ ഈ ആൾക്കാരെല്ലാം പോയേക്കുമായിരുന്നു അല്ലേ? വെള്ളമായി കഴിഞ്ഞാൽ ഇതുവഴി എപ്പോഴും സവാരി ഉണ്ടോ? അതോ? ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ പത്തനംതിട്ട ജില്ലയ്ക്ക് റെഡ് അലർട്ടാണ് നിർത്തി വെച്ചത്. ആ മനസ്സിലായി. ഇതൊക്കെ ആന ഇറങ്ങി തിന്നുന്നതാണ് ഈറ തിന്നാലും. ഇത് ആറ്റുകടമ്പെന്ന് പറയുന്നത് മരമല്ലേ? കോന്നിയില് ഈ പറയുന്ന ആനസങ്കേതവും ഇതുമാണ് തോന്നുന്നു മെയിനല്ലേ? വേറെ ഒന്നും. പിന്നെ ഇവിടെ അടുത്ത വെള്ളച്ചാട്ടം ഉണ്ടല്ലേ? മണ്ണേറ വാട്ടർഫോൾ. കുരങ്ങന്മാരുണ്ടല്ലേ? ആ മേളിൽ ഇരിക്കുന്ന പരുന്തായിരിക്കും അല്ലേ? ഇതുകൊണ്ട് ആ മരത്തിന്റെ മേളിൽ 2 ഇരുന്നത് എന്തോ തിന്നും അത്. അതൊന്നും ഇറക്കിയേക്കാം, അറിയാമല്ലോ എങ്ങനെയാ പരിപാടി. 3, 2, 1. Oh no. സ്പീഡ് കൂടുമല്ലേ? ആ സ്പീഡ് കൂട്ടി കുഴപ്പമില്ല. എങ്ങനെയാണ് അതുപോലെ? Oh no. അത് കൊള്ളാം. ഓടി. ഇതൊരു മെയിൻ പരിപാടിയല്ലേ? ഇപ്പം
കറങ്ങണ്ടാത്തവർക്ക് നമ്മൾ കറക്കത്തില്ല. ആ മനസ്സിലായി. ആ ഒരാൾ വന്നാൽ 600 എങ്ങനെയാ അത്? ഇപ്പം അവർ 5 പേരുണ്ട്. അപ്പം അവരെത്ര പേര് കാണും ഇപ്പം ആ കാണുന്നത്? അവർ 4 നമുക്ക് ഒരു വഞ്ചിക്കാണോ എങ്ങനെയാ അതിൻ്റെ? ഒരു വഞ്ചിക്ക് ആണ് റേറ്റ് 600 രൂപ. ആ ഓക്കെ. അത് ഒരാൾ കയറിയാലും 4 പേര് ഒരു കുട്ടി. ആ 4 പേര് 5 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി. ഓ അതാണ്. അങ്ങനെയല്ലേ? ഓക്കെ ഓക്കെ, ഇപ്പോഴത് മനസ്സിലായത്. ഞാൻ ഓർത്തു ഒരാൾക്ക് 600 എന്നുള്ള രീതിയാണ്. അല്ല അല്ല അല്ല, ഒരാൾ കയറിയാൽ ഈ 600 ആവും. ആ മനസ്സിലായി. 4 പേര് ഒരു കുട്ടി കയറിയാൽ 600 രൂപ ആ പാക്കേജ്. പാക്കേജ്. ബസ്സിന് വരുന്നവർക്ക് മുണ്ടാമൊഴി വെയിറ്റ് സ്റ്റേഡിന് എവിടെ വന്ന് ഇറങ്ങാം അല്ലേ? മുണ്ടാമൊഴി പാലം. പാലം, ഓക്കെ. പാലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 300 മീറ്റർ. 300 മീറ്റർ നടന്നു വരാം. ഞാൻ ബസ്സിനാണ് വന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. പിന്നെ ഇവിടെ കൊട്ടാവഞ്ചി വരുന്ന കൊട്ടാവഞ്ചി എന്ന് പറഞ്ഞാലും വണ്ടിക്കാർക്കറിയാം. വണ്ടിക്കാർക്കറിയാം. ആ അവരെങ്ങനെ കിടന്ന് കറങ്ങി. കൂടുതൽ ആൾക്കാർക്ക് കറങ്ങുന്നത് ഇഷ്ടമാണ്. അതെ അതെ. ഒരു 8 കാലി തോളയിൽ പോണ്ടേ? ഓ അത് കുഴപ്പമില്ല, ഇങ്ങനെ പതിവുള്ളതാണ്. ആ ഹാ. അശോകത്തിൻ്റെ വംശത്തിൽപ്പെട്ടതാണ് ഇലിപ്പ. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറിൻ്റെ കണ്ടല്ല, ആറിൻ്റെ. ഓ ഈ പേരുകൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കിട്ടയൊന്നും വെടിയത്തില്ല. ഓ, എത്ര വലിയ വെള്ളം വന്നാലും അതവിടെ നിന്നോ? തീരെ വെടിയത്തില്ല. അതാണ് അതിൻ്റെ. വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കും അല്ലേ? അതെ അതെ, വർഷങ്ങൾ പഴക്കമില്ല. ഈ മറ്റേ ഈ പറ്റി കിടക്കുന്നത് ഈ തമിഴ്നാട്ടിലൊക്കെ ആട്ടുംകാല് സൂപ്പ് എന്നും പറഞ്ഞൊക്കെ പൈസ. മനസ്സിലായി മനസ്സിലായി. ആ സാധനമാണ് അത്. നമ്മുടെ ഇവിടെ അണ്ണാമ്പിച്ചി എന്നൊക്കെ പറയും. അല്ല, നമ്മളിപ്പോൾ ഈ മരത്തിൽ നിന്ന് ഇവർ പറിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന വലിയ മരത്തിന് മേളിലായിട്ട്. അതെ, ഇതാണ്ട് അതിലുണ്ട്. ആ മരത്തിന്റെ മണ്ടലോട്ട് ഇങ്ങനെ. അതിന്തോ ആയുർവേദ മരുന്നിനോ അങ്ങനെ? അതാണ് മരുന്നിന് ഉപയോഗിക്കുന്ന ഒരു ആട്ടുംകാല് സൂപ്പ് എന്നും പറഞ്ഞ് അതിനകത്ത് ആ ഈ കരിയില പോലിരിക്കുന്ന അതൊക്കെ മാറ്റി കഴിയുമ്പോൾ അതിനകത്ത് വെളുത്ത കിഴങ്ങായിട്ടോ. ഓ, അത് ജലാംശം കൂടുതലായിട്ടുള്ളൂ. ഓഹോ. ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല അല്ലേ? ഒറ്റയ്ക്ക് വന്നാലല്ലേ? ഒരു 4 പേരൊക്കെ ഉണ്ടെങ്കിൽ രസമാണ്. ഫാമിലി പിന്നെ അല്ലെങ്കിൽ കുറച്ച് പേര് കമ്പനി ആയിട്ടൊക്കെ വരാമെങ്കിൽ. പിന്നെ ഓണം, ക്രിസ്തുമസ്, പൂജയുടെ ഒരു ഇങ്ങനെയുള്ള സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും. ഓ, അങ്ങനെയുള്ള വെക്കേഷനിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ടിക്കറ്റിൻ്റെ ടൈം 1/2 മണിക്കൂറാണ്. ഓഹോ, മനസ്സിലായി. ആ ചവിട്ടി ചെറിഞ്ഞിറങ്ങി ആന മറ്റു ജീവികളൊക്കെ ഇറങ്ങുന്ന പ്ലാവും കാട്ടുപോത്തും. മനുഷ്യരിങ്ങോട്ടൊന്നും കയറുമല്ലോ ഇവിടെ ഇങ്ങോട്ട് അനുവാദമില്ല. അനുവാദമില്ല. കാരണം അപകട സാധ്യതകളുണ്ട്. അതെ അതെ. ചിലർക്ക് കയറാൻ പേടിയായിട്ട് മാറി നിൽക്കുന്നതാണോ അതോ? അല്ല, ചില പേടിയുള്ളവരും ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സേഫാണ്. എത്ര വലിയ ഒഴുക്കിലൂടെയും കൊണ്ടുപോകാം. ഓ, പിന്നെ വെയിറ്റ് ബാലൻസ്, എഴുന്നേറ്റ് നിൽക്കില്ല. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമുക്ക് ഇവിടെ തന്നെ ലോങ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അതായത് 2.5 കിലോമീറ്റർ ഒഴുക്കിനൂടെ പോകും. വേണ്ട അതിലെ താഴോട്ട് വെള്ളമുള്ള സമയത്ത് അതൊരു ജൂലൈ മുതൽ നവംബർ വരെയൊക്കെ ഉണ്ടാവും. അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വണ്ടിക്കാവില്ല.
ഓ തിരിച്ച് നമുക്ക് തുഴഞ്ഞ് കയറാൻ പറ്റും. പറ്റില്ല. പിന്നെ നമ്മൾ 18-ലെ വെള്ളപ്പൊക്കത്തിനൊക്കെ ഇതും കൊണ്ട് ഒരുപാട് ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനമായിട്ട് പോയായിരുന്നു. കോന്നി, റാന്നി, വടശ്ശേരിക്കര, ആറന്മുളത്തൊക്കെ, പിന്നെ തിരുവല്ല, അങ്ങനെ ഒരുപാട് ഏരിയകൾ. അവിടെ നിന്നാണ് താഴോട്ടല്ലേ പോയത്? അത് ഈ മഴ സീസൺ ആകുമ്പോൾ വെള്ളം കയറുമ്പോൾ മാത്രം, നല്ലപോലെ വെള്ളം ഉള്ളപ്പോൾ മാത്രം. നമ്മൾ താൽക്കാലിക തടയണ ഇട്ടു. അങ്ങനെ നമ്മൾ പോയിടത്ത് വന്ന് തിരിച്ചു. ബാലൻസ് ആണ് പ്രശ്നം. ഇങ്ങോട്ട് അടുത്ത് വന്നാൽ മതി. ഇവിടെ എൻ്റെ തോളയിലോട്ട് പിടിച്ച് ചെറുത്. ഓക്കെ. അങ്ങനെ നമ്മൾ പോയി റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വന്നു. കൊള്ളാം, നൈസാട്ടോ. അതൊരു മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റയ്ക്ക് വന്നാൽ അതിൻ്റെ ഒരു രസം കിട്ടുന്നില്ല. ഒരു ഫാമിലി ആയിട്ട് ഒരു 4 പേരൊക്കെ കൂടി പോകുന്നതാണ് അതിൻ്റെ ആ ഒരു രസം. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന കൊട്ടവഞ്ചി. 4 പേർക്ക് സുഖമായിട്ട് പോകാം കേട്ടോ. പിന്നെ ആ തുഴയുന്ന ചേട്ടനും ഉണ്ടാവും. അതുകൊണ്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നു. ഏകദേശം മൊത്തത്തിലൊരു അരമണിക്കൂർ യാത്ര, ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. നൈസാണ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഇതുണ്ടോ, ഈ വെള്ളം ഇപ്പം വെള്ളം കെട്ടി നിർത്തിയേക്കുക. അപ്പം വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒഴുകി തുടങ്ങുമ്പോൾ ഇതുവഴി താഴോട്ട് ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരത്തിൽ ഇതുപോലെ തന്നെ വഞ്ചിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ ഓപ്ഷനുണ്ട്. ഇപ്പോൾ അത് നിർത്തി വച്ചിരിക്കുന്നു, കാരണം വെള്ളമില്ലല്ലോ. ഇതുവഴി പോകാൻ പറ്റുവാണെങ്കിൽ ഇതിലും അടിപൊളിയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു അഡ്വഞ്ചറായിട്ട് നൈസായിട്ട് പോകാൻ പറ്റും. ഈ രീതിയിലാണ് പോകേണ്ടത്. അങ്ങനെ റൈഡിങ് എല്ലാം കഴിഞ്ഞ് കയറി വന്നു. അപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെക്കാം. ഇതൊരു ടവറാണ്. ഇവിടെ ഒരു ചെറിയൊരു അലങ്കാരപ്പണികളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു സ്പേസ്. അത്യാവശ്യം ആളും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സ്ഥലമുണ്ട്. ഞാൻ ബസ്സിനാണ് വന്നേക്കുന്നത്. അപ്പോൾ ബസ് ഇറങ്ങി നടന്നാണ് വന്നത്. അപ്പോൾ ഈ റൂട്ടിൽ ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്ത് നമുക്കൊരു വെയിറ്റ് ഷെഡ് ഉണ്ട്, ഒരു പാലമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പം ഇതാണ് മുണ്ടോമുഴി പാലം. ഇതുപോലെ ബസ് സർവീസ് ഉണ്ട്. ഞാൻ ഇതുപോലൊരു ബസ്സിനാണ് വന്നത്. അപ്പോൾ ആ കാണുന്നതാണ് മുണ്ടോമുഴി വെയിറ്റിംഗ് ഷെഡ്. അപ്പം മുണ്ടോമുഴി വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടെ ഇറങ്ങാൻ പറയുക, അല്ലെങ്കിൽ ഈ പറയുന്ന മുണ്ടോമുഴി പാലത്തിൻ്റെ അവിടെ ഇറങ്ങാൻ പറയുക. അവിടുന്ന് നമുക്ക് അവർ പോകുന്നത് നേരെ അങ്ങോട്ടുള്ള വഴി. ആ വഴിയാണ് ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്നത്. നേരെയുള്ള വഴി നടന്നു പോയി കഴിഞ്ഞാൽ 50 മീറ്റർ പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു 100 മീറ്റർ, അതിന് മേളിൽ പോകത്തില്ല. നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കൊട്ടവഞ്ചി സങ്കേതത്തിൻ്റെ അവിടെ ചെല്ലാം. അപ്പം സംഭവം ഓക്കെയാണ്. നമുക്ക് എന്താ പറയണേ, 600 രൂപ കൊടുത്ത് ഒറ്റയ്ക്ക് വന്ന് കയറാൻ വേണ്ടി വരരുത്. അത് ഞാൻ വന്ന് പെട്ടുപോയോണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒരു 4 പേര് കൂടി വരുവാണെന്നുണ്ടെങ്കിൽ അത് വെർത്താണ്. കാരണം അതിനുള്ള സംഭവമുണ്ട്. 4 പേരെന്ന് പറയുമ്പോൾ 150 രൂപ ഒരാൾക്ക് വരുന്നുള്ളൂ. 4 പേരും ഒരു കൊച്ചുവാണെങ്കിലും അവർ കയറ്റും. 4 പേരെ കൂട്ടിക്കും 150 രൂപ. 150 രൂപയ്ക്ക് വെർത്താണ്. ഒരാളായിട്ടോ 2 ആളായിട്ടോ വന്നാൽ, 2 ആളായിട്ട് വന്നാലും 300 രൂപ ആവും. അതായത് ഒരു വഞ്ചിക്ക് 600 രൂപ, അതാണ് അവരുടെ റേറ്റ്. അപ്പം 600 രൂപ എടുത്ത് ഒറ്റ വഞ്ചി എടുത്ത് വരാനാണെങ്കിൽ വരണ്ട, അത് വെർത്തല്ല, നഷ്ടമാണ്. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. ഈ പാലം ഇതുവഴി വെള്ളം ഉള്ളപ്പോൾ ഇതുവഴി ആ കൊട്ടവഞ്ചിയും കൊണ്ട് അവർ വരുമെന്നാണ് അവർ പറഞ്ഞത്. ഏകദേശം നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഒരു 2.5 കിലോമീറ്ററോളം ഇതുവഴി സഞ്ചാരം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇപ്പോൾ വെള്ളമില്ല, ഇപ്പം ഇങ്ങോട്ട് റൈഡില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക.
600 രൂപ അടുത്ത് ഒറ്റയ്ക്ക് വന്ന് കയറാൻ വരണ്ട, വെർത്തല്ല. അല്ലാതെ 4 പേര് കൂടി വരുവാണെങ്കിൽ പോര്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.